ഗുഡ് മോർണിംഗ്. ഇന്ന് എസ്സേസുമായിട്ട് എസ്സേ എഴുതുമ്പോൾ അത് ഏത് ലെവൽ എസ്സേ എഴുതുമ്പോൾ കുറച്ച് ഫ്രേസസിൻ്റെ യൂസ്ഫുൾ ഫ്രേസസിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് സത്യം പറഞ്ഞാൽ ഈ പുട്ടിന് പീര വയ്ക്കുന്ന പോലെയാണ്. നമ്മൾ ഈ ഒരു കുറച്ച് സെൻറ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊരു പോയിൻറ്റ്സ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ പോയിൻറ്റ്സിൻ്റെ ഇടയിലേക്ക് കയറ്റുവാണെങ്കിൽ, അതായത് ഇത് ഫ്രേസസും അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് ഇത് പുട്ടിൻ്റെ പീര പോലെയും ബാക്കി കുറച്ച് ഫ്രേസസ് നമ്മുടെ പോയിൻറ്റ്സും കൂടെ എഴുതി കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ എസ്സേ ഫ്രെയിം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ ഇത് യൂസ്ഫുൾ ഫ്രേസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐൽസിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മോർ ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ ക്വസ്റ്റ്യൻസിൽ. അപ്പം ഒത്തിരി എന്നുള്ളതിന് മോർ ആൻഡ് മോർ ഫാമിലീസ് ആർ ചൂസിങ് ടു ഹാവ് ഓൺലി വൺ ചൈൽഡ്. അല്ലെങ്കിൽ ഇനിയിപ്പം എന്തെങ്കിലും ട്രെൻഡിനെ കുറിച്ച് ഈ ഒരു സെൻറ്റൻസിനേക്കാൾ ഇനി എന്തെങ്കിലും ഒരു ട്രെൻഡിനെ കുറിച്ച് ഫസ്റ്റ് സെൻറ്റൻസുകൾ പറയുമ്പോൾ ദ ട്രെൻഡ് നൗ എ ഡേയ്സ് ഈസ് ടുവേർഡ്സ് കണ്ടോ, ദ ട്രെൻഡ് നൗ എ ഡേയ്സ് ഈസ് ടുവേർഡ്സ് ചേഞ്ചിങ് ആവുകയാണ്. ചേഞ്ച് ആ ഷിഫ്റ്റിനെ കാണിക്കുന്ന ട്രെൻഡ് നൗ എ ഡേയ്സ് ഈസ് ടുവേർഡ്സ് ഹാവിങ് സ്മോളർ ഫാമിലീസ്. ദിസ് റേസ് ദ ഇഷ്യൂ ഓഫ് വെദർ. ഏതെങ്കിലും നമ്മൾ ഫസ്റ്റ് പാരഫ്രൈസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്തതിന് ശേഷം ഒരു പ്രോബ്ലം സൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ദിസ് റേസ് ദ ഇഷ്യൂ ഓഫ് വെദർ എന്തെങ്കിലും ഡാഷ് ആൻഡ് ഡാഷ് ഈസ് ദ സൊല്യൂഷൻ. ഓക്കെ, ദിസ് ഇഷ്യൂ റേസ് ദ ഇഷ്യൂ ഓഫ് വെദർ. ഓൾ ദ മോസ്റ്റ് പീപ്പിൾ വിൽ ജനറലി എഗ്രി ദാറ്റ്. സോ ഇത് ഓൾ ദ വെച്ചിട്ടൊരു സെൻറ്റൻസ് ആണ്. നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിലും എഴുതാം. ഇൻട്രൊഡക്ഷൻ സെൻറ്റൻസ് എന്ന പാരഗ്രാഫ് അല്ല. Although most people will generally agree that, however, few will deny that. Okay, എഗ്രി ചെയ്യുന്നത് ഇവിടെ എഴുതാം, ഡിനൈ ചെയ്യുന്നതിനെ കുറിച്ച് ഇവിടെ എഴുതാം. സോ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആണ്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് പറയാം ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ഒപ്പീനിയൻ എഴുതണം എന്ന് വിചാരിച്ചു. ന്യൂട്രൽ സെൻറ്റൻസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു 100% പാർഷ്യലി എഗ്രി ചെയ്യുന്ന സിസ്റ്റം. ഓൾ ദ മോസ്റ്റ് പീപ്പിൾ വിൽ ജനറലി എഗ്രി ദാറ്റ്. പാർഷ്യലി കുറച്ചും കൂടെ എഗ്രി ചെയ്യുന്നുണ്ട്, എന്നാലും however few will deny that. ഓക്കെ, ഇനി ജസ്റ്റ് എക്സാമ്പിൾസ് എഴുതുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഫോർ ഇൻസ്റ്റൻസ് എന്ന് എഴുതുന്നതിന് പകരം സോ ഓവർ ദ പാസ്റ്റ് 10 years or so the media have frequently carried reports of crime. So over the past few decades അല്ലെങ്കിൽ over the past 10 years അല്ലെങ്കിൽ ഡിക്കേഡ് എഴുതാം. over the past decade or so കണ്ടോ, or so ഇതൊക്കെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വരണം. ഓൾസോ ദ മീഡിയ ഹാവ് ഫ്രീക്വൻലി ക്യാരിഡ് റിപ്പോർട്ട്സ് ഓഫ് ക്രൈം. റീസെൻറ്റ് റിസർച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ നമ്പർ ഓഫ് റീസെൻറ്റ് റിസർച്ച് ഫോർ ഇൻസ്റ്റൻസ് ഫോർ എക്സാമ്പിളിന് പകരമാണ്. റീസെൻറ്റ് റിസർച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ നമ്പർ ഓഫ് ടീനേജേഴ്സ് ഹൂ സ്മോക്ക് ഈസ് ഇൻക്രീസിങ്. ഹാർഡ്ലി എ വീക്ക് ഗോസ് ബൈ വിത്തൗട്ട് അനദർ റിപ്പോർട്ട് ഓഫ് ക്രൈം അപ്പിയറിംഗ് ഇൻ ദ മീഡിയ. സോ ഇത് മീഡിയാസിലെ വരുന്ന റിപ്പോർട്ട്, ക്രൈം, പോവേർട്ടി, അങ്ങനത്തെ ഏത് റിപ്പോർട്ടായാലും ഓക്കെ, ഹാർഡ്ലി എ വീക്ക് ഗോസ് ബൈ, കഷ്ടിച്ചൊരു വീക്ക് പോകുന്നത്, ഹാർഡ്ലി എ വീക്ക് ഗോസ് ബൈ അനദർ റിപ്പോർട്ട് ഓഫ് ക്രൈം വിത്തൗട്ട് അനദർ റിപ്പോർട്ട് ഓഫ് ക്രൈം അപ്പിയറിംഗ് ഇൻ ദ മീഡിയ. സോ ഒന്നും കൂടെ പറയാം. ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഡിക്കേഡ്സ് അല്ലെങ്കിൽ ഓവർ ദ പാസ്റ്റ് 10 years or so the media have frequently carried the reports of. Next, recent research indicates that the number of teenagers who smoke is increasing. Okay, ഇവിടെ റിസർച്ച് വന്നതുകൊണ്ടാണ് ഇവിടെ ഹൂ സ്മോക്സ് എന്ന് പറയാതെ. ഓക്കെ, സബ്ജക്റ്റ് റിസർച്ച് ആണ്, അതുകൊണ്ടാണ് ഹൂ സ്മോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടീനേജേഴ്സ് പ്ലൂറലാണെങ്കിലും ടീനേജേഴ്സ് ഹൂ സ്മോക്ക് എന്നല്ല എഴുതിയേക്കണേ, റിസർച്ച് ആണ് സബ്ജക്റ്റ്. Hardly a week goes by without another report of crime appearing in the media. ഇനി ഇത് സ്പീക്കിങ്ങിനേക്കും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സ്പീക്കിംഗ് ആയാലും എസ്സേ ആയാലും ഏകദേശം കുറേ ഫ്രേസസ് നമുക്ക് ഒന്നിച്ച്. സോ നമ്മുടെ ഒപ്പീനിയൻ പറയേണ്ട സമയത്ത് എസ്പെഷ്യലി പാർട്ട് 3 സ്പീക്കിംഗ് സെക്ഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒപ്പീനിയൻ പറയണ്ടേ, ഡിസ്കസ് യുവർ ഒപ്പീനിയൻ അല്ലേ. ഓക്കെ, ആസ് ഐ സീ ഇറ്റ് അല്ലെങ്കിൽ എഗ്രി ഓർ ഡിസഗ്രിയിൽ നമ്മുടെ ഒപ്പീനിയനാണ് അവർ ചോദിക്കുന്നത്. ആസ് ഐ സീ ഇറ്റ്, ഇറ്റ് സീം ടു മീ ദാറ്റ് ക്രൈം, ഐ വുഡ് സേ ദാറ്റ് ഐ എം കൺവിൻസ്ഡ് ദാറ്റ് എനിത്തിങ്. ഓക്കെ, ഐ എം കൺവിൻസ്ഡ് ദാറ്റ് poverty is the reason culprit behind crime. Okay,
പോവർട്ടിയും ക്രൈമും വെച്ചിട്ട് തന്നെ നമുക്ക് സെൻറ്റൻസ് ഫ്രെയിം തിങ്ക് ചെയ്താൽ മതി. ആസ് ഐ സീ ഇറ്റ്, ഇറ്റ് സീംസ് ടു മീ ദാറ്റ്, I would also say that I am convinced that I am inclined. I believe that, I am inclined to believe that there is no doubt in my mind that, so there is no doubt in my mind that one of the drawback of dash is anything. However, one of the benefit is that drawback അല്ലെങ്കിൽ benefit. Okay, so ഒന്നും കൂടെ പറയാം. Stating your opinion as I see it, it seems to me that I am convinced that I am inclined to believe that there is no doubt in my mind that one of the drawbacks of dash is dash. However, one of the benefits is that, okay. Okay, ഇനി ചേഞ്ചിങ് ടോപ്പിക്. ഓക്കെ, സോ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി അതിനകത്ത് പ്രോബ്ലം അതേക്കുറിച്ച് എന്തെങ്കിലും ഇത് പറഞ്ഞു. ഇനി കാരണങ്ങൾ റീസണിനെ കുറിച്ച് പറയുന്നെങ്കിൽ ആസ് റിഗാർഡ്സ് നെക്സ്റ്റ് പാരഗ്രാഫിലായി അല്ലെങ്കിൽ നെക്സ്റ്റ് സെൻറ്റൻസിലായി ആസ് റിഗാർഡ്സ് ദ കോസ് ഫോർ ദിസ്, ഇതിന് കാരണം ആസ് റിഗാർഡ് ദ കോസ് ഫോർ ദിസ്, കൺസേണിങ് ദ കോസ് ഓഫ് ദിസ്, ആസ് ഫോർ ദ കോസ്. സോ എന്തൊക്കെയാണ് ആസ് റിഗാർഡ്സ് ദ cause of this, concerning the cause for this. ഓക്കെ, ഈ കോസ് ഫോർ ദിസ് ഇവിടെ സെയിം ആണ്. അല്ലെങ്കിൽ ആസ് ഫോർ ദ കോസസ് അവിടെ ആകുമ്പോൾ ഒരു കോമ വരും. ആസ് ഫോർ ദ കോസസിനെ കുറിച്ച് പറയുമ്പോൾ നൗ നെക്സ്റ്റ് നമുക്ക് ആർഗ്യുമെൻ്റ് എസ്സേ വരുമ്പം ഓക്കെ ഡിസ്കഷൻ എസ്സേ അല്ലെങ്കിൽ എന്തെങ്കിലും വരും. പ്രൊപ്പണന്റ് സേസ് ദാറ്റ്, സപ്പോർട്ടേഴ്സ് സേ ദാറ്റ്, ഓക്കെ ക്ലെയിംസ് ദാറ്റ്, സൈസ് ദാറ്റ്, ഓക്കെ സജസ്റ്റ് ദാറ്റ്, അങ്ങനെ കുറച്ച് വേർഡ്സ് വൊക്കാബുലറി ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റിഫിക്കേഷൻ എന്തെങ്കിലും ഒരു നമ്മൾ അതിനൊരു സജഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ പറയും വൺ ജസ്റ്റിഫിക്കേഷൻ ഓഫൺ ഗിവൺ ഫോർ ഡാഷ് ഈസ് ദാറ്റ്. അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു സപ്പോർട്ടേഴ്സ് പറയുന്ന ക്ലെയിം എന്താ, വൺ ജസ്റ്റിഫിക്കേഷൻ, അതായത് ഒരു സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് പറയുന്നവർ ഓക്കെ അവർ പറയുന്ന രീതിയാണ് സപ്പോർട്ടേഴ്സിൻ്റെ രീതിയെ എടുത്താക്കുക. വൺ ജസ്റ്റിഫിക്കേഷൻ ഓഫൺ ഗീവ് ഫോർ ഡാഷ് ഈസ് ദാറ്റ്. ഓക്കെ, വൺ ജസ്റ്റിഫിക്കേഷൻ ഓഫൺ ഗിവൺ ഫോർ ചൈൽഡ് മാരേജ് ഈസ് ദാറ്റ് ഇല്ലിറ്ററസി. ഓക്കെ, അഡ്വക്കേറ്റ്സ് ഓർ പ്രൊപ്പണൻസ്, അഡ്വക്കേറ്റ്സ് ഓർ അല്ലെങ്കിൽ പ്രൊപ്പണൻസ് എന്ന് പറയുമ്പോൾ സപ്പോർട്ടേഴ്സ് ആണ്. വുൾ ക്ലെയിം ദാറ്റ്, അവർ പറയുന്നത് ക്ലെയിം സേ വുൾ ക്ലെയിം ദാറ്റ് അഡ്വക്കേറ്റ്സ് ഓർ പ്രൊപ്പണൻസ്. അതായത് സം പീപ്പിൾ ഓഫൺ സേസ് ദാറ്റ് എന്ന് പറയുന്നതിന് ഇതൊക്കെ വൊക്കാബുലറിയിൽ വരും. അഡ്വക്കേറ്റ്സ് ഓർ പ്രൊപ്പണൻറ്റ് ഓഫൺ ക്ലെയിം ദാറ്റ്. ദോസ് ഹു ഒബ്ജെക്റ്റ്, എതിർക്കുന്നവർ. ഓക്കെ, ദോസ് ഹു ഒബ്ജെക്റ്റ് ടു, okay, those who object to child marriage often argue that, okay, they argue something. Okay, often those who object to child marriage and often argue that it is not good, അത് ഇമോഷണൽ ഡ്രെയിനേജിന് കാരണമാകുന്നു. അനദർ ഒബ്ജെക്ഷൻ ഈസ് ദാറ്റ്, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നേക്കുന്നത്. ഓക്കെ, അനദർ ഒബ്ജെക്ഷൻ ഈസ് ദാറ്റ്. ഓക്കെ ഫൈൻ. However, it should not be forgotten. See, ഈ നമ്മൾ ഓരോ പോയിന്റ് വെച്ച് നമ്മൾ ജസ്റ്റ് എസ്സേ കംപ്ലീറ്റ് ചെയ്യാന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറേ സെൻറ്റൻസുകൾ വേണം. ഒരു സെൻറ്റൻസിൽ നിന്ന് അടുത്ത സെൻറ്റൻസിൽ നാച്ചുറലായിട്ട് ഒഴുകി പോകണം. അതിനാണ് however it should not be forgotten that, so child marriages are opposed to dash, okay, on the grounds that, on the basis, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലാണ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, from the point of view അല്ലെങ്കിൽ according to, ഇവിടെ എന്താണ് ചൈൽഡ് മാരേജസ് ആർ ഓപ്പോസ്ഡ് ബൈ ക്രിറ്റിക്സ്, ആ ഒരു രീതിയിൽ എഴുതാം. വേറൊരു സെൻറ്റൻസ്, ഈ ഒരു സെൻറ്റൻസ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല. ചൈൽഡ് മാരേജസ് ആർ ഓപ്പോസ്ഡ് ബൈ ക്രിറ്റിക്സ് ഓൺ ദ ഗ്രൗണ്ട്സ് ദാറ്റ്, എന്തെങ്കിലും അവരുടെ റീസൺ എഴുതാം. ഓക്കെ, ഒന്നും കൂടെ പറയാം. എന്തെങ്കിലും നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ
discussion essay. One justification often given for child marriage is that illiteracy. That it is illiteracy is the culprit. അങ്ങനെ ആ ഒരു modify ചെയ്യാം. Justification. One justification often given by. Okay, advocates of proponents will claim that those who object to often argue അല്ലെങ്കിൽ object, those who object അല്ലെങ്കിൽ another objection is that. Okay, however, it should not be forgotten that okay, dash are opposed on the solid ground, on the grounds that your word should not be forgotten from the point of view of dash according to proponents. ഇനി ഏതെങ്കിലും കോസസ് ഡിസ്ക്രൈബിങ് കോസസ്. ഓക്കെ, one factor which has led to crime is poverty. Okay, one factor ഒരു ഫാക്ടറിനെ കുറിച്ചാണ് ഇവിടെ. one factor which has led to dash is that one of the factors s ഉണ്ടാവും which has brought this about. സോ ഇവിടെ എന്താണ് പറഞ്ഞത്? brought this, led to, ഇവിടെ led to എന്നാണ്. ഓക്കെ, ലീഡ് ചെയ്യുക, led to, brought this about. The problem often stems from. Okay, the problem often stems from. Okay, the problem often stems from the root cause. Alangi the situation has been exacerbated by dash has only made the situation worse. One consequence of unemployment is crime. Okay, factors, the causes അല്ലെങ്കിൽ factors പറയുമ്പോൾ one of the factor which has led to dash is dash. One of the factors which brought this about is, okay, the problem often stems from the situation has been exacerbated by dash has only made the situation worse. One consequence of dash is dash. Now proposing steps and measures. ഇനി എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കണം എന്ന് പറയുമ്പോൾ regarding എന്ന് പറയുന്ന പോലെയാണ്. as regards the most appropriate response to this situation, one suggestion will be most appropriate ആയ റെസ്പോൺസ്. one such suggestions will be അങ്ങനത്തെ ഒരു such suggestion ആണ്. okay, anything. The first step to be taken will be okay, appropriate response അല്ലെങ്കിൽ suggestion. The first steps to be taken will be to elevate എന്ന് വെച്ചാൽ reduce. To elevate the situation, people should, അതായത് കുറയ്ക്കുക. ഇത് സൊല്യൂഷനിൽ എസ്സേസിൽ വരും. To elevate the situation, people അല്ലെങ്കിൽ government should. In addition, there is a comma. Okay, they ought to, they have to. In addition, they ought to begin to tackle this situation. അതായത് ഏതെങ്കിലും സിറ്റുവേഷൻ ടാക്കിൾ, പ്രോബ്ലം സൊല്യൂഷൻ. ഗവൺമെൻറ് നീഡ്സ് ടു dash would certainly ameliorate the situation. Vocabulary ആണ് certainly ameliorate the situation. This can be only dealt with if conditional clause ആണ്. if എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. Next, to overcome this problem, were the government to, the situation will doubtless improve. Okay, if the government is doing something like, the situation will doubtless improve. ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് വൊക്കാബുലറി എടുത്താൽ മതി. ഓക്കെ, ഓർത്ത് വയ്ക്കാം. will doubtless improve. Individuals can do a great deal to, it can be dealt with എന്ന് പറയുന്ന പോലെ can great deal to. The burden of responsibility, okay, the burden of responsibility lies in the hands of government. The burden of the responsibility lies in the hands of
it is vitally important to that. Okay, it is vitally important that, so legislation should be introduced to control, laws should be taken, legislation should be introduced to control. It will be a grave error, it will be a great mistake എന്ന് പറയുന്നതിന് പകരമാണ് great error. So ഇത് സ്റ്റെപ്സും മെഷേഴ്സും എടുക്കുന്നതിനാണ്. ഓക്കെ, as regards the most appropriate response to this situation, one suggestion would be the first. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് എസ്എസിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് 250 മോർ ദാൻ വേർഡ് അത്ര വൊക്കാബുലറീസ് വരും, മീൻസ് വേർഡ്സ് വരും. സോ എപ്പോഴും ആ വേർഡ് കൗണ്ടിനകത്ത് ഒരു ശ്രദ്ധ വേണം, കാരണം ഇത് കുറേ കൂടെ സെൻറ്റൻസ് എക്സ്പാൻഡ് ചെയ്യുന്നൊരു രീതിയാണ്. As regards the most appropriate response to this situation, one suggestion would be, the first step to be taken would be to alleviate the situation. People should, in addition, they ought to begin to tackle the situation. Elevate the situation, or to tackle this situation, certainly ameliorate the situation. Okay, issue, certainly ameliorate the issue or problem, crisis. This can be only dealt with if it can be do a great deal too. Okay, to overcome this problem, the situation will doubtless improve. Okay, the burden of responsibility lies in the hand of. It is vitally important that legislation laws should be introduced to control. It will be a grave error if we, now in a conclusion ആണ്. Okay, സ്പീക്കിങ്ങിന് പറ്റും. All in all, it seems to be that the obvious conclusion to be drawn is, all in all, it seems to me that the obvious conclusion to be drawn is that, all things considered, so now opinion. On balance, I tend to believe that, I am inclined to believe that, I tend to believe that, so on balance, balance ചെയ്യാൻ വേണ്ടിയിട്ട്, the world will surely be a better place to live in if, അതായത് better place ആവുന്നത് എപ്പോഴാണ്, if there is a, the people stop smoking, we could look forward to a better society. The prospects of the future will be bleak or grim. Bleak or grim എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്. Unless ഇത് ചെയ്തില്ലെങ്കിൽ, unless the prospects of the future will be bleak or grim, unless. Now പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയില്ലേ. ഓക്കെ, it should be a crisis in education must be addressed. It has to be tackled or dealt with. എങ്ങനെ ഒരു പ്രോബ്ലം ഡീൽ ചെയ്യാം. A challenge which must be met. Okay, something must be done to restore law. If something must be done to restore laws and order. See, law and order, legislation പോലെ തന്നെയാണ് law and order in the inner cities. Okay, so conclusion, all in all, it seems to me that the obvious conclusion to be drawn is that, all things considered, on balance, I tend to believe that the world will surely be a better place to live in if. Okay, now the prospect of the future will be a bleak or a gleam, will be the prospects of the future will be bleak or grim unless a crisis in the education which must be addressed, to be tackled or dealt with, must be met. Something must be done to restore law and order in any places. Okay, ഇതാണ് യൂസ്ഫുൾ ഫ്രേസസ്. എസ്എസിലോ അല്ലെങ്കിൽ സ്പീക്കിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം.